ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കുറേ കാലത്തിന് ശേഷം ലോങ് വീഡിയോ ഇടണത്. എനിക്ക് തോന്നുന്നു ഒരു 1 year ഒക്കെ ആയി ഉണ്ടാവും ഞാൻ ഇപ്പോൾ ലോങ് വീഡിയോ ഇട്ടിട്ട് എന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇടാം, ടൈം ആയിട്ടുണ്ട് എന്ന്. പ്രത്യേകിച്ച് കാരണം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണമുണ്ട് ഗൈസ്, ചെറിയൊരു കാരണമുണ്ട് കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഞാനിപ്പോൾ പുതിയതായിട്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തല്ല, അപ്പോൾ കുറച്ചായിട്ട് ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു 1 year ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഞാനൊന്ന് പ്രഗ്നൻ്റ് ആയി ഗൈസ്. പ്രഗ്നൻ്റ് ആയപ്പോൾ പിന്നെ റെസ്റ്റായി, പിന്നെ നമ്മൾ മടിയായിട്ടോ. നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കും. ആ സമയത്ത് നമുക്ക് വീഡിയോ ഇടാൻ മടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇടലും കണക്കേക്കാറിട്ട് ഗൈസ്. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മടിച്ച് നിന്നിട്ട് ഇപ്പോൾ ഒരു 1 year ഒക്കെ ആയപ്പോൾ എനിക്ക് തോന്നി ഇനി ഇടാം, ഇപ്പോൾ ഫ്രീ ആണല്ലോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചപ്പോൾ വീഡിയോസ് ഇടൽ തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം ഗൈസ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇനി ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് വേണമെന്നെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ലൈറ്റ് പോയി ഗൈസ്, അനിയത്തിയാണ്. ഈ പല്ലെന്താ മഞ്ഞ കളർന്നല്ലേ, അത് ലൈറ്റിൻ്റെ പ്രശ്നമായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ വെള്ളമായില്ലേ പല്ല്, അത് മഞ്ഞ ലൈറ്റിൻ്റെ പ്രശ്നം ഗൈസ്. മിന്നുണ്ട്, അപ്പം മിന്നിച്ചല്ലേ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച്. ഇതാണ് ഗൈസ് ഭംഗിയുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ ഇട്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ പറയാൻ വന്ന കാര്യം, കുറച്ച് ആൾക്കാർ കുറേ ഡൗട്ടുകളൊക്കെ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലവിലൊക്കെ ചോദിക്കുന്നുണ്ട്, എന്നോട് ഡയറക്റ്റ് ചോദിച്ചിട്ടില്ലെങ്കിലും അനിയത്തിനോടായിട്ടും പിന്നെ എൻ്റെ കസിൻസിനോടായിട്ടും ഒക്കെ ചോദിക്കുന്നുണ്ട്, ഇവളെന്താ എപ്പോഴും ഇവിടെ തന്നെ നിൽക്കണമെന്ന്. കാരണം എൻ്റെ വീഡിയോസ് ഫുള്ള് എന്താ കാണുന്നത്, ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിലാണ്. ചോദിക്കണവരുടെ തെറ്റൊന്നുമില്ല, കാരണം കല്യാണം കഴിഞ്ഞ് കുട്ടിയുണ്ട്, ഞാനെന്താ എപ്പോഴും ഇവിടെ എന്നുള്ള ചിന്തയ്ക്കാരം. അപ്പോൾ അതിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ തരാം, എന്താണ് സംഭവം എന്നുള്ളത്. ഞാൻ അവരായിട്ട് കച്ചറുണ്ടാക്കിയിട്ട് പോകുന്നതാണോ, അതോ ഹസ്ബൻഡിനെ ഒഴിവാക്കിയിട്ട് പോകുന്നതാണോ, അങ്ങനെയൊക്കെ വിചാരിക്കണവരുണ്ട്. പക്ഷെ അതൊന്നുമല്ല ഗൈസ്, എൻ്റെ ഹസ്ബൻഡ് വരാറുണ്ട്, ഞങ്ങളപ്പോൾ അവിടെ പോയി നിൽക്കാറുണ്ട് കേട്ടോ. ആളിപ്പോൾ പുറത്താണ് കുറച്ചായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മോർണിംഗ് കൊണ്ട് ഇവിടെയാണ് നിൽക്കൽ കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇടയ്ക്കൊക്കെ പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകലുള്ളൂ. പിന്നെ പറഞ്ഞാൽ ഇവിടെ നിൽക്കണോണ്ട് ഓൽക്കാർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്കും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, എൻ്റെ ഹസ്ബൻഡിനും കുഴപ്പമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പോവലുണ്ട്, വരലും ഉണ്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ബർത്ത്ഡേൻ്റെ വീഡിയോസ് ആണെങ്കിലും അതിലെല്ലാവരും ഉണ്ട്, എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട് കേട്ടോ. അവിടുത്തോലാണെങ്കിലും ഇവിടുത്തോലാണെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സംശയം ഇനി വേണ്ട, ഞാനൊരു പ്രശ്നം ഉണ്ടായിട്ട് നിൽക്കില്ല. ആളിവിടെ ഇല്ല, അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. വരുമ്പോൾ ഞങ്ങൾ പോവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ചിലപ്പോൾ 2 ദിവസത്തിനൊക്കെ കയറും വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നിട്ട് പിന്നെ ആളങ്ങനെ പോവലേക്കാറും അങ്ങനെയൊക്കെയാണ് ഉണ്ടാവൽ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ തീരുമാനമായല്ലോ. പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗിവ് അവേൻ്റെ കാര്യം ഗൈസ്. എൻ്റെ ഒരു കുട്ടി സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ, മിൻഹല്ലേ പേര്, മിൻഹ. ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗിവ് അവേ ഒക്കെ ഒന്ന് കൊടുത്തുകൂടെ താത്താ, ഞാൻ കുറേ ആയി കാത്തിരിക്കണമെന്നാണ്. അപ്പോൾ ആൾ കുറച്ചായിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ നിൽക്കുന്നുണ്ട്. ഞാൻ ഏതൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ആളെ കമൻറ്റ് എന്തായാലും ഉണ്ടാവും. പിന്നെ വേറെ ആളും കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ. പക്ഷേ ആളെടുത്ത് ചോദിച്ച കാരണം ഞാൻ പറയാം, ഗിവ് അവേ നടത്താൻ ടൈം ആയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നല്ലേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ഒരു ഇതിലെത്തട്ടെ. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവണം, യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കണം, ആ ഒരു മൈൻഡാണ്. അല്ലാതെ പുറത്ത് പോയി പഠിച്ച് അങ്ങനത്തെ ഒരു മൈൻഡേ എനിക്കില്ല. എനിക്ക് ആകെയുള്ളൊരു ആഗ്രഹം യൂട്യൂബാണ്. അപ്പം ഞാൻ വിചാരിച്ച് അതിന് തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ആ ക്യാഷ് കൊണ്ട് വേണം എനിക്ക് ഗിവ് അവേ നടത്താനെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഗൈസ്. അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അതല്ലേ എൻ്റെ രസം. പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിലുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ നെയിം സിത്താര ജുനു എന്നാണ് കേട്ടോ ഗൈസ് വരുന്നത്. ഓർമ്മയില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പേര് പറ്റും. ചിലപ്പോൾ സിത്താര സിത്തു എന്നേക്കാരം, ചിലപ്പോൾ സിത്താര ജുനു എന്നേക്കാരം. അപ്പോൾ അതാണ് എൻ്റെ നെയിം വരുന്നത്. ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ഉണ്ട്, പക്ഷേ യൂട്യൂബിലാണ് ഒന്നും കൂടെ ആവാത്തത് ഗൈസ്. എന്നാലും തീരെ ഇല്ല എന്നല്ല കേട്ടോ, കയറി വരുന്നുണ്ട്. പിന്നെ ഞാൻ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ആൾക്കാരുടെ സപ്പോർട്ടൊക്കെ വരാനാവണേ ഉള്ളൂ. പക്ഷേ നിങ്ങളെപ്പോലുള്ളവർ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, അതിൽ ഭയങ്കര നന്ദിയുണ്ട്. ഇനി അങ്ങോട്ടും നിങ്ങളെ സപ്പോർട്ട് വേണം, അതാണ് നമ്മളെ ഒരു മുന്നോട്ടുള്ള വിജയം തന്നെ, നിങ്ങളെ സപ്പോർട്ടാണ്. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ്, ഇനി ഞാൻ കണ്ടിന്യൂ ആയിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പം നിങ്ങളെ സപ്പോർട്ടൊക്കെ എന്തായാലും വേണം. ഒരുപാട് ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ 1K അല്ലെങ്കിൽ 1K എൻ്റെ മോൾക്കൊക്കെ വ്യൂസ് കിട്ടാറുണ്ട്, പക്ഷേ ലൈക്കും കമൻസൊക്കെ കുറവേക്കാരം ഗൈസ്. അപ്പോൾ നിങ്ങൾ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്കും ഷെയറൊക്കെ ചെയ്യട്ടെ, കമൻറ്റ് ഇടണം. കാണുന്നവരൊക്കെ കമൻറ്റ് ഇടാൻ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിൽ കമൻറ്റ് ഇട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. എൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്നോട് പറയാം, നമ്മളത് ക്ലിയർ ആക്കണതേക്കാരം. നമ്മളിപ്പോൾ ഒരു ഫാമിലി അല്ലേ ഗൈസ്. അപ്പോൾ നിങ്ങളെ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പറയാം. പിന്നെ ഗൈസ്, ഈ മല ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിയതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നല്ലേ കമൻറ്റ് ഇടേ. ഞാൻ ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയത് ഗൈസ്, മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്
മേടിച്ചതേനു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഉച്ചക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി ഒരുങ്ങി ഗൈസ് മുകളിലൊക്കെ പോയിട്ടോ. പക്ഷെ ആരും ഇല്ലേനും എനിക്ക് ഈ ക്യാമറ ഒന്ന് പിടിച്ചരാനോ ഒന്നിനും ഒരു സെറ്റപ്പില്ല. ഉള്ള എൻ്റെ വീഡിയോ എടുക്കണ കൊമ്പും കോലെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പോയിക്കണ് ഗൈസ്. 3 മേടിച്ചിന്, 3 വെറുതായി. അതുകൊണ്ട് ഹസ്ബൻഡിനോട് ഇഞ്ഞു ചോദിക്കുമ്പോൾ എനിക്ക് വെറുതെ മേടിച്ചു തരുന്നത്. ആൾ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. എൻ്റെ അടുത്ത് പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവും, കേടാവും. ഒന്നാമത് ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഇട്ട് പിന്നെ വീഡിയോ ഇടാതാവും, പിന്നെ ഏതെങ്കിലും മൂലൊക്കെ ഇട്ടിട്ട് സാധനം കേടാവും. അങ്ങനെയാണ് ഉണ്ടാവാറ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ വീഡിയോ എടുത്ത് പോട്ടെ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എങ്ങനത്തെ വീഡിയോസ് ഇടണമാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം മാക്സിമം ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഇടാൻ ശ്രമിക്കട്ടെ. എന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം ഇട്ട് ഗൈസ്. എന്നെക്കൊണ്ട് പറ്റുന്ന ടൈപ്പ് ആണെങ്കിൽ ഞാൻ അങ്ങനത്തെ ഇടാം. പിന്നെ എന്നെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് സിത്താര. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലായിട്ട് ഞാൻ ഇപ്പോൾ അടുത്ത് എൻ്റെ യൂട്യൂബ് ചാനൽ, ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് സിത്താര വ്ളോഗ്സ് എന്നായിരുന്നു. ഇപ്പോൾ ഞാൻ സിത്താര വ്ളോഗ്സ് മലപ്പുറം എന്നാക്കിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു മലപ്പുറത്ത് സിത്താരായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് വ്ളോഗ് ചെയ്യണത് അല്ലേ? ഇവിടെ അനിയത്തിൻ്റെ ഗൈസ് അവളോട് ചോദിച്ചു. എൻ്റെ ഒരു അഭിപ്രായത്തിലുണ്ട്. ഞാനെങ്കിലും അല്ലെങ്കിലും എൻ്റെ അറിവിൽ ഞാനേ ഉള്ളൂ ഗൈസ്. നിങ്ങളുടെ അറിവിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളി. പിന്നെ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പം എന്താ പറഞ്ഞുകൊണ്ടെന്ന് എൻ്റെ കാര്യങ്ങൾ ഓർമ്മല്ലേ ഗൈസ്. എനിക്ക് ആരൊക്കെയുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഉമ്മ, ഉപ്പ, അനിയത്തി, അനിയന്, പിന്നെ ഞാൻ, പിന്നെ ഇപ്പോൾ സ്വത്തുമണി, പുതിയതായിട്ട് വന്ന ആളാണ് സ്വത്തുമണി. അങ്ങനെ ഞങ്ങൾ 6 ആൾക്കാരാണ് ഞങ്ങളെ ഫാമിലിയിലുള്ളത് ഇപ്പോൾ കേട്ടോ. പിന്നെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലാണെങ്കിൽ അവിടെയും ഉമ്മ, ഉപ്പ, പിന്നെ ഒരു നാത്തൂന്, ഇളച്ചന്, പിന്നെ എൻ്റെ ഹസ്ബൻഡ്, അങ്ങനെ ഓല് 5 ആൾ. പിന്നെ എൻ്റെ സ്വത്തുമണ്ണ കൂട്ടാണെങ്കിൽ അവിടെ 6 ആൾ. അങ്ങനെ അപ്പോൾ ഇവിടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഞങ്ങളുടെ രണ്ടുപേരും ഏകദേശം ഒരേപോലെ തന്നെ ഉണ്ട് ഗൈസ്. അപ്പോൾ നല്ലൊരു കണക്ഷൻ ഉണ്ട് ഞങ്ങൾ തമ്മിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്നെ പറ്റി ചോദിക്കാനോ പറയാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാൻ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നേക്കാരം. ഒരു വീക്കിലി ഒരു 1-2 പ്രാവശ്യമെങ്കിലും ഞാൻ ലോങ് വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കാം. എന്താ ഇടേണ്ടി എങ്ങനെ ഇടേണ്ടി എന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഗൈസ് ഇത്രയും ലേറ്റ് ആയത്. പിന്നെ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ഗൈസ്. ആളാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് കേട്ടോ. ഓക്ക് ഞാനും എനിക്ക് ഓളും ആണുള്ളത് യൂട്യൂബിൻ്റെ കാര്യത്തിൽ. അപ്പം നിങ്ങൾ ഓളെയും കൂടി സപ്പോർട്ട് ചെയ്യുക. അവളെ പേര് ഫിദ ഫാർസോ അങ്ങനെ എന്തോ ആണ് ഗൈസ്. ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആളെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഓളെ എനിക്ക് കൂട്ടായിട്ട് കിട്ടിയത് തന്നെ ഇൻസ്റ്റഗ്രാമിൽ റീൽസൊക്കെ കണ്ടുകാണ്ട് ആളെനിക്ക് മെസ്സേജ് അയച്ചു. പിന്നെ എൻ്റെ യൂട്യൂബിലൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഒരു കമ്പനിയായ ആൾക്കാരാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ നല്ല തിക്ക് ഫ്രണ്ട്സാണ് ഗൈസ്. എൻ്റെ ഒരു സിസ്റ്റർ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഓളെ കാര്യം. കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും ഓൾക്കും അറിയാം, ഓളെ എല്ലാ കാര്യങ്ങളും എനിക്കും അറിയാം. അങ്ങനെ അത്രയും ഞങ്ങൾ ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണ ഓളെ വീഡിയോസും കൂടി കാണാം. ഓളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓളെയും കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇഷ്ടപ്പെടണം ഗൈസ്, ഓളെ ഇഷ്ടപ്പെടണം ഗൈസ്. അപ്പോൾ എല്ലാം നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. കാരണം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. സബ്സ്ക്രൈബേഴ്സ് എന്തായാലും കൂടണം. ഇപ്പോൾ കുറച്ചൊക്കെ കൂടുന്നുണ്ട്, പക്ഷേ ഇനിയും കൂടാനുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് എൻ്റെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ധൈര്യം ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ അനിയത്തിനെ കാണിച്ചിട്ട് ഗൈസ്. ചിലവർക്കൊക്കെ അറിയുണ്ടാവും, എല്ലാവർക്കും അറിയില്ലെങ്കിലും ഇങ്ങോട്ട് വാ. ഈ ലൈറ്റ് പോകുന്നുണ്ട് ഗൈസ്. എൻ്റെ റിംഗ് ലൈറ്റാണ് ചത്തക്കണം. ഇതാണ് ഗൈസ് എൻ്റെ അനിയത്തി. അപ്പോൾ എൻ്റെ ഒരു ബർക്കത്തയോട് വന്നിങ്ങനെ വിളിച്ചു പോകണുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് അനിയത്തി. ഓളെ ഫ്രണ്ടാണ് മിൻഹ കേട്ടോ. അപ്പോൾ ആളിൻ്റെ വീഡിയോസ് കണ്ട് എൻ്റെ വീഡിയോസ് കാണാൻ വയ്യാതിരിക്കുന്നു ഗൈസ്. പിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ചിലവരൊക്കെ നമ്മളെ ഇഷ്ടപ്പെടണവരുണ്ട്. അതിന് വേണ്ടിയിട്ട് ചില ആൾക്കാരുണ്ട് ഗൈസ് നമ്മളെ വീഡിയോസ് കാണാലേക്കും ചെയ്യില്ല, കമൻ്റ് ഒന്നും ചെയ്യില്ല. പക്ഷേ വീഡിയോസിൻ്റെ അഭിപ്രായം നമ്മളോട് അല്ലാത്തവരോട് ഫുള്ള് പോയി പറയുന്നുണ്ടാവും. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള എല്ലാം പറയുന്നുണ്ടാവും. പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. നമ്മളറിയുന്ന ആൾക്കാർ തന്നെ എത്രയോ ആൾക്കാരുണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ നമ്മളറിയ ഒരു ബന്ധമില്ലാത്ത ആൾക്കാരേക്കാരും. നമ്മളെ അറിയുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാടിൻ്റെ ഒരു നടപ്പ് അങ്ങനെയാണ് തോന്നുന്നുണ്ട് ഗൈസ്. ഇഷ്ടപ്പെടുന്നതിൽ സപ്പോർട്ട് ചെയ്താൽ മതിട്ടോ, അത് വേറെ കാര്യം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അങ്ങനെ സപ്പോർട്ട് ചെയ്യണ്ടല്ലോ, അത് മതി. അതേപോലെ ഇനി ഉണ്ടാവും ആൾക്കാർ ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതെ ഇരിക്കാനും ഒക്കെ ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ടിയത് സപ്പോർട്ടാണ് ഗൈസ്. സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ എത്രയും പെട്ടെന്ന് എനിക്കൊരു 10K സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ആവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പിന്നെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോസൊക്കെ ഫുൾ മാക്സിമം നിങ്ങൾ കാണുക ഗൈസ്. കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. നിങ്ങൾ കണ്ടാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഇതിൽ നിന്ന് ഉണ്ടാവുള്ളൂ. ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഇടണേന് നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം വിജയിക്കും ഗൈസ്.
അതെനിക്ക് ഉറപ്പുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും നമ്മൾ വിജയിക്കും. ഇപ്പം നമ്മൾ എവിടെ എത്തൂല, പിന്നെ ഓള് വീഡിയോ ഒക്കെ ഇട്ടിട്ട് എവിടെ എത്താനാ എന്താവാനാന്നുള്ളൊരു മൈൻഡ് കാരണം. പക്ഷെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ എത്തും ഗൈസ്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങളോട് പറയണേ. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ തന്നെ കൂടിക്കോളി. അപ്പോൾ അത്ര ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ എങ്ങനത്തെ വീഡിയോ വേണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ.